ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ പി സി സനൽകുമാർ IAS ആണ്. അദ്ദേഹം മുൻ ജില്ലാ കളക്ടറാണ്. അതോടൊപ്പം തന്നെ നർമ്മപ്രഭാഷണം, പാരഡി ഗാനങ്ങൾ എന്നിവയിലൂടെ നമുക്ക് വളരെയേറെ സുപരിചിതൻ കൂടിയാണ് അദ്ദേഹം. സ്വാഗതം. നമസ്കാരം. സർ, പാരഡി ഗാനങ്ങൾ തന്നെയാണ് സാറിന്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്താണ് ഈ ഒരു താല്പര്യം തുടങ്ങിയത്? വളരെ ചെറിയ പ്രായം മുതൽ പാരഡികൾ എഴുതുമായിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തെ മാതിരി അത് ഞാൻ എഴുതുന്നതിൻ്റെ പേര് പാരഡിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വളരെ ചെറിയ പ്രായം മുതൽ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത്, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് മറ്റേ വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിന് പാരഡി എഴുതുന്നത്. മാമ്പഴത്തെ ഞാൻ സിനിമാ പാട്ടുകളുടെ പാരഡി മാത്രമാണ് കരുതിയിരുന്നത്. അതല്ല, വങ്കനാം ഭർത്താവിൽ നിന്ന് ആദ്യത്തെ തൊഴി കൊള്ളുക, അമ്മുവിൻ വായിൽ നിന്നും അടർന്നു ഒരു പല്ല്, 4 മാസത്തിന് മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട് ക്രൂരമർക്കടൻ തന്നെ താലി കെട്ടിയ നേരം. അങ്ങനെ അത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലെ ഒരു സാഹിത്യവാസന ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും ടീച്ചർമാരുടെ കയ്യിൽ പെടാൻ ഇടയുണ്ടായോ? ഇല്ല, അന്നൊന്നും ടീച്ചർമാരെയൊന്നും കാണിച്ചിട്ടില്ല. ഒരു 10-16 വയസ്സായി ഞാൻ കോളേജിലെത്തിയ സമയത്താണ് ഈ പാരഡിയിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിനൊരു വലിയ കാരണം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല, അത് VD രാജപ്പനായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ VD രാജപ്പന് അറിയപ്പെട്ടു തുടങ്ങിയ ഒരു കാലമാണ്. അപ്പോൾ VD രാജപ്പൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ആളുകൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്ന, ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ പാരഡികളിലൊക്കെ ധാരാളമായിട്ട് പാരഡികളൊക്കെ എഴുതി. പക്ഷേ അതും കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഈ നിലയിൽ എനിക്കൊരു എക്സ്പോഷർ ഉണ്ടാകുന്നത്. ഇപ്പം ചങ്ങനാശ്ശേരിയിലാണ്, എൻ്റെ സ്വന്തം വീട് ചങ്ങനാശ്ശേരിയാണ്. അവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നെങ്കിലൊന്നും എന്നെ ആരും അറിയാതെ പോകുമായിരുന്നു. ഈ പാരഡി ഗാനങ്ങൾ ഇപ്പൊ എത്ര എണ്ണം എഴുതി കാണും ഇതിനോടകം? എനിക്ക് തോന്നുന്നു ഒരു 500-ലധികം പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പാരഡി ഗാനം പാടിയിട്ട് നീ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ ഏറ്റവും പുതിയ വിഷയങ്ങളെ പറ്റി എഴുതാറുണ്ട്. ഇപ്പോൾ ഇന്നാൾ നമ്മുടെ ബാറുകളൊക്കെ അടച്ചല്ലോ, 418 ബാറുകൾ അടച്ചു. ആളുകൾക്ക് മദ്യപിക്കാൻ അവസരമില്ലാതായി. തിരുവനന്തപുരത്താണെങ്കിൽ അധികം കള്ളുഷാപ്പുകളും ഇല്ല. പക്ഷേ തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ ചില കള്ളുഷാപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കള്ളുഷാപ്പിൽ ഒരു മദ്യപൻ ചെല്ലുന്നു, അവിടുത്തെ വിൽപ്പനക്കാരിയായിട്ട് സംസാരിക്കുന്നതായിട്ട് ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് നമ്മുടെ സെല്ലുലോയിഡ് സിനിമയിലെ ഏനുണ്ടോടി അമ്പിളിച്ചന്തോ എന്നുള്ള പാട്ടില്ലേ. അപ്പോൾ ഈ മദ്യപൻ വിൽപ്പനക്കാരോട് സംസാരിക്കുന്നതായിട്ട് ഞാനൊന്ന് സങ്കല്പിച്ച് ഇങ്ങനെയാണ്: മീനുണ്ടോടി ചീനി കഴിക്കാൻ, ചാറുണ്ടോടി ഇത്തിരിക്കൂടി, സ്മോളുണ്ടോടി ഒന്നു മിനുങ്ങാൻ, ഫോണുണ്ടോടി മിസ് കോളടിക്കാൻ, കള്ളടിച്ച് വാളുവച്ച് ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര മേരിക്കുട്ടി. ഇപ്പോ എങ്ങനെയാണ് ഒരു വിഷയം പെട്ടെന്ന് ഒരു പാരഡി ഗാനത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി പാരഡി എഴുതണം എന്ന് വിചാരിച്ചിരുന്നാലൊന്നും പാരഡി വരില്ല. അത് ഏതോ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു. അതൊരു പ്രത്യേക നിമിഷത്തിലാണ് അങ്ങനെ പാരഡി എഴുതാനുള്ള തോന്നലുണ്ടാവുക. പലതും ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്നൊക്കെ എഴുതാൻ പറ്റും. ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ എഴുതാൻ വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അല്ല, ഒരു വിഷയം വേണം, ഒരു പാട്ടും വേണം, ഇത് രണ്ടും വേണമല്ലോ. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യാതെ, അതായത് ഞാൻ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളോടും പ്രതികരിക്കുന്നത് പാട്ടിലൂടെയാണ്, ഈ പാരഡി പാട്ടിലൂടെയാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കലും ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രയോഗമോ വാക്കോ ഒന്നും ഞാൻ എൻ്റെ പാരഡികളിൽ ഇതേവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആ പാരഡിക്ക് ഒരു മിനിമം നിലവാരം, ഒരു സാഹിത്യബന്ധം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. ഈ സിനിമാ പാട്ടുകൾക്ക് പാരഡി എഴുതുന്നത് പൊതുവെ എളുപ്പമാണ്. പക്ഷേ ഞാൻ ചെയ്തിരുന്നതൊക്കെ തന്നെ പലപ്പോഴും ലബ്ധപ്രതിഷ്ഠമായ സാഹിത്യ രചനകൾക്കാണ് ഞാൻ പാരഡിയിൽ എഴുതിയിരുന്നത്. അതിന് നമുക്ക് ഇപ്പം അതിന് നല്ലൊരു സാഹിത്യ ബോധം വേണം, സാഹിത്യത്തിൻ്റേതായിട്ടുള്ള ഒരു നല്ല ബേസ് വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ക്ലാസ്മേറ്റാണ്
മധുസൂദന നായർ, മലയാളം MA ക്ലാസ്സിലെ. അപ്പോൾ പക്ഷെ അന്ന് ഞാനും മധുവൊക്കെ ക്ലാസ്സിലിരുന്ന് പാട്ടൊക്കെ പാടുമ്പോഴും ഭാവിയിൽ മധു ഇത്രത്തോളം വലിയൊരു കവിയാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുമ്പോൾ മധു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കവിയായി, വേണമെങ്കിൽ ഞാനൊരു വികട കവിയായി എന്ന് വേണം പറയാം. അങ്ങനെ മധുവിൻ്റെ ലബ്ധപ്രതിഷ്ഠമായ നാറാണത്ത് ഭ്രാന്തന് ഞാൻ എഴുതിയ പാരഡി വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. പക്ഷെ പല ചാനലുകളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 4 വരി ഞാൻ പാടാം. അതായത് അതിൽ 12 മക്കളെ പെറ്റൊരമ്മയല്ലേ. എൻ്റെ പാരഡിയിൽ ഞാനൊരു വിഷയമായി സ്വീകരിച്ചപ്പോൾ ആ 12 എന്നുള്ള വാക്കിന് തന്നെ പ്രാധാന്യം കൊടുത്തു. ഒരു ട്യൂട്ടോറിയൽ കോളേജ് പ്രിൻസിപ്പൽ SLC പരീക്ഷയ്ക്ക് തുടർച്ചയായിട്ട് 12 വട്ടം പരാജയപ്പെട്ട തൻ്റെ പ്രിയ ശിഷ്യയെപ്പറ്റി പാടുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത്. ശ്രദ്ധിക്കാം. 12 വട്ടവും തോറ്റ പെണ്ണേ, എൻ്റെ ശിഷ്യരിൽ നീയാണു കേമി. 12 മാർക്കാകെ വാങ്ങിയോൾ നീ, എൻ്റെ ശിഷ്യരിൽ നിൻ്റെ പേരാദ്യം. നിന്നെ അറിയാത്തൊരാരുമീ നാട്ടിലില്ല, എൻ്റെ അറിവിൽ നിന്നെപ്പോലെ ആരുമില്ല. എന്നും ഉച്ചയാം നേരത്ത് കൂർക്കം വലിക്കുന്ന മറ്റാരും ഇന്നെൻ്റെ ക്ലാസ്സിലില്ല. പാഠം പഠിപ്പിച്ചു കാലം തുലയ്ക്കുന്ന, പാഴ്വേലകൾക്കു തുക ഫീസായി വാങ്ങുന്ന, ചെടകെട്ടി കേവലത ജ്ഞാനത്തിൽ കളയുന്ന കടുകട്ടിയായ സിലബസിനെതിരായി ധീരമടരാടി നീ എന്ന കേമീ. നിന്റെ ഗുരുവായ ഞാനാണു മൂഢൻ. ഇങ്ങനെ ഈ വളരെ പ്രശസ്തമായ കവിതകളൊക്കെ എടുത്ത് ചെയ്യാൻ നേരത്ത് അതും നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും അറിയാവുന്ന കവിതകളാണ് ഇപ്പം മാമ്പഴാണെങ്കിലും നാറാണത്ത് ഭ്രാന്തനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇത്രയും പ്രശസ്തമായ വർക്കുകൾ എടുത്ത് അതിന് പാരഡി ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല,